A1 ന്യൂസ് ചാനലിന്റെ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിഎം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പെരിങ്ങം വയക്കര ഗ്രാമപഞ്ചായത്തിലെ ഗാന്ധിനഗറിൽ താമസിക്കുന്ന കോട്ടിലം മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററും ഭാര്യ ഫാത്തിമയും കേവലം 10 സെന്റ് ഭൂമിയിൽ വീട് ഉൾപ്പെടെ നിൽക്കുന്ന പരിമിതമായ സ്ഥലത്ത് തങ്ങൾക്കാവശ്യമായ പച്ചക്കറിത്തോട്ടം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. മാഷെ, നമസ്കാരം. നമസ്കാരം. ഈ പച്ചക്കറിത്തോട്ടം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി പ്രചോദനം ഏത് രീതിയിലായിരുന്നു? എന്നാണ് ഇതിന് തുടക്കം കുറിച്ചത്? ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെയൊക്കെ കുടുംബം ഒരു കാർഷിക കുടുംബമാണ്. മുമ്പൊക്കെ എല്ലാവരുടെ കുടുംബം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഞങ്ങൾക്ക് നെൽകൃഷിയും അതേമാതിരി തന്നെ പച്ചക്കറി കൃഷിയൊക്കെ കാരണന്മാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പ ഒരു അധ്യാപകനാണ്, മദ്രസ അധ്യാപകനാണ്. പക്ഷേ അദ്ദേഹം മദ്രസ അധ്യാപകനായിട്ട് കൂടി ഇത്തരം മേഖലകളിലൊക്കെ വളരെയേറെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു താല്പര്യം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിമിതമായ സമയം ഉണ്ടാകാറുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഉള്ള സമയം വെച്ചുകൊണ്ട് പരിമിതമായ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അത് ഇവിടെ പെരിങ്ങോത്ത് വന്ന ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യപൂർവ്വം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴേ ഉള്ള ഒരു പ്രചോദനം എന്ന് വെച്ചാൽ, പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ കിട്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ, പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ഔഷധ സസ്യങ്ങളടക്കം വിഷലിപ്തമായ സസ്യങ്ങളും ഔഷധങ്ങളൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്കെങ്കിലും, അതായത് ഞങ്ങളുടെ കുടുംബത്തിനെങ്കിലും ഒരു സ്വയം പര്യാപ്തത ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതാണ്. ഇപ്പം പിന്നെ ഉള്ളൊരു കാര്യം വെച്ചാൽ, ഇപ്പം ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്നൊക്കെ ഒഴിവായി, ഇപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയമുണ്ട്. പിന്നെ ഭാര്യയ്ക്കാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ താല്പര്യമാണ്. അവളും ഒരു കാർഷിക കുടുംബത്തിൽ ഉണ്ടായവളാണ്. സ്വാഭാവികമായിട്ടും മുമ്പ് ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ പശുക്കളടക്കം ഉണ്ടായിരുന്നു. അപ്പം അവൾക്കും വളരെ താല്പര്യപൂർവ്വം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഇതിൽ ആദ്യത്തെ അനുഭവം, ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ആദ്യമുണ്ടായ ഒരു അനുഭവം എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആദ്യം ഉണ്ടായ അനുഭവം എന്ന് അങ്ങനെ പറയാനില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇത് ഒരു തുടർച്ചയായി വരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ജീവിതത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ തന്നെ പിന്നെ പച്ചക്കറിയും, പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ആണെങ്കിൽ മുമ്പ് ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ കപ്പ കൃഷി, അതേമാതിരി തന്നെ പറങ്കി കൃഷി, ഇതൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്ഥലം അത് ഏഴോ പഞ്ചായത്തിലെ കൊട്ടിലെയാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ കുരുമുളക് അടക്കം കൃഷിയൊക്കെ ഉണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെറുപ്പത്തിലെ ഇടപെട്ട് വന്നതാണ്. ഇപ്പോഴുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ, പിന്നെ അതേമാതിരി ഇലക്കറികളൊക്കെ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. സാധാരണ നമ്മുടെ ഈ അടുക്കള തോട്ടങ്ങളിൽ കാണുന്ന സ്ഥിരം പച്ചക്കറി കൃഷികളുണ്ടല്ലോ, അതിലുപരി വേറെ ഏതെങ്കിലും രീതികൾ പരീക്ഷിച്ചിട്ടുണ്ടോ, അല്ല നടത്തുന്നുണ്ടോ? വേറിട്ട വെച്ചാൽ ഇപ്പോഴും നമ്മളിപ്പോൾ ഈ കാണുന്ന പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ പോലെയുള്ളത്, അതൊരു പക്ഷേ നമുക്കൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 2-3 വർഷങ്ങളായിട്ട് ഇപ്പുറത്താണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. അതായത് ഈ പിന്നെ ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് അത്തരം പച്ചക്കറി തൈകൾ അവരാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൃഷിയൊക്കെ, പിന്നെ പെണ്ണുങ്ങൾ യൂട്യൂബിലും മറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാർഷിക രീതി മറ്റൊക്കെ മനസ്സിലാക്കും. അപ്പം അങ്ങനെയാണ് അത് ചെയ്തു വരുന്നത്, ആ ഒരു കൃഷി. പിന്നെ അതേമാതിരി നമ്മളിപ്പം കണ്ടുവരുന്ന അതിൻ്റെ പേരെന്ന് പറയുന്നത് മറ്റേ കറ്റാർ വാഴ ഇതൊക്കെ നമുക്ക് മുമ്പ് പരിചയമില്ലാത്ത സാധനമാണ്. അപ്പോൾ കറ്റാർ വാഴ ഒരുപാട് ഔഷധ ഗുണങ്ങളും മറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കറ്റാർ വാഴ നമ്മൾ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി പുതിനവും നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇപ്പോഴും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള പുതിനകളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇടുക. അത് പിന്നെ ബിരിയാണി നെയ്ച്ചോറിന് ഇടുന്നതിന് പകരം ജ്യൂസാക്കി കുടിക്കാൻ വേണ്ടി നല്ല സാധനമാണ്. പിന്നെ അതേമാതിരി തന്നെ
ചായയിലൊക്കെ കട്ടൻ ചായയിലൊക്കെ ശരി, ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും. പിന്നെ അതുപോലെ തന്നെ മല്ലിയില. ആ അപ്പൊ അതാണ് ഇപ്പൊ ഒരു വേറെ പുതിയൊരു വെറൈറ്റി ഉള്ള കൃഷിയായിട്ട് വന്നത്. എന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടും ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 3 വർഷമായിട്ട് ഇങ്ങോട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഇവിടെ പരിചയമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ അതെ. പ്രദേശങ്ങളിൽ. അപ്പൊ അതും ഈ പെണ്ണുങ്ങള് പിന്നെ യൂട്യൂബിലും മറ്റൊക്കെ അടിച്ചു നോക്കുമ്പോൾ അതിനൊരുപാട് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 2 വർഷം മുമ്പൊക്കെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒച്ചിന്റെ ശല്യമുണ്ട്. അത് ഈ അതിന്റെ നീര് ഊറ്റി കുടിച്ചിട്ട് പലപ്പോഴും അത് ഉണങ്ങി പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഉം. ഈ തുടർന്നുള്ള ഈ പച്ചക്കറി തോട്ടം ഉം. കൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന സംതൃപ്തി എന്താണ്? സംതൃപ്തി 2 നിലക്കാണ്. ഒന്ന് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ ഇത്, അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വിഷങ്ങളൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ കിട്ടുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കൊരു നേരം പോക്ക് എന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു 4 മണി മുതൽ സന്ധ്യമാരി വിവാഹം കൊടുക്കുന്നവരെയുള്ള ഒരു സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നു. പിന്നെ നമുക്ക് എനിക്കും ഭാര്യയ്ക്കും ഒരു എൻഗേജ്മെന്റ് വേണം. ഇതാണ് ഫാത്തിമ. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ കൃഷിത്തോട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഉപയോഗത്തിന് പിന്നാലെ അയൽവാസികൾക്കും ഇപ്പോൾ കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ഈ പൂന്തോട്ടം അല്ലെങ്കിൽ കൃഷിത്തോട്ടം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ ഇതിന്റെ ഉപയോഗങ്ങൾ, അതിന്റെ ഈ തോട്ടം മെനഞ്ഞെടുക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ എങ്ങനെ? മെനഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാല് പിന്നെ നമ്മൾ തന്നെ പിന്നെ വളങ്ങളൊന്നും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങുന്നില്ല. ഓക്കെ. വീട്ടിലുള്ള പച്ചക്കറികളിലെ വേസ്റ്റ് ഒക്കെ ഇതാക്കിയിട്ടും പിന്നെ ചകിരിച്ചോറ് അങ്ങനെയുള്ള നമ്മൾ തന്നെയാണ് അതിന്റെ ഇത്. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് പിന്നെ കട ഫുഡാക്കലിട്ട് അതെല്ലാം. ഇംഗ്ലീഷ് വെള്ളം ഉപയോഗിക്കൽ പൊതുവെ കുറവാണ്. പിന്നെ നമ്മുടെ കൂടെ കുഞ്ഞു പേരക്കുട്ടികളും വരാറുണ്ട് അത്യാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യാന്. അങ്ങനെയൊക്കെയാണ്. വീട്ടിലുള്ള മഞ്ഞപ്പൊടിയും പിന്നെ വിനാഗിരിയെല്ലാം ചേർത്തിട്ടുള്ള കഞ്ഞിവെള്ളം എല്ലാം ചേർത്തിട്ടുള്ള സ്പ്രേ ആണ്. നമ്മൾ വെളുത്തുള്ളി മറ്റേ കാന്താരിയൊക്കെ അടിച്ചിട്ട് അതിന്റെ നീരെടുത്തിട്ടുള്ള മരുന്നാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കല്. അവസാനമായി ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഈ കുടുംബത്തിൽ നിങ്ങളോടൊപ്പം ഉള്ള ആൾക്കാരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ. 3 കുട്ടികളാണ് ഉള്ളത്. മകന് ഖത്തറിൽ ഒരു കമ്പനിയിലെ എഞ്ചിനീയറാണ്. അവനും അവന്റെ കുടുംബം ഇപ്പം ഇവിടെ മംഗലാപുരം ഏനപ്പോയിൽ റിസർച്ച് ഫെലോ ആണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ മകളും ഭർത്താവും ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മൂന്നാമത്തെ മകള് ദുബൈയിലാണ്. അവിടെ ഭർത്താവ് അവിടെ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ അവർ അവിടെ താമസിക്കുകയാണ്. 2 പെൺകുട്ടികളും ജോലിയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ അവരൊക്കെ ക്വാളിഫൈഡ് ആയിട്ട് ജോലി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്ത മകള് PSC ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ കീടങ്ങളുടെ ആക്രമണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒച്ചു മുതൽ ചെറിയ പ്രാണികളും മറ്റൊക്കെ. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ വിഷാംശമുള്ള കീടനാശിനികളാണ്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ജൈവമായിട്ട് ഉണ്ടാക്കുന്ന പിന്നെ കാന്താരി, പിന്നെന്താണ് വെളുത്തുള്ളി, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇതാണ്. അതും മെയിന് പിന്നെ ഭാര്യ തന്നെയാണ്. കാരണം വെച്ചാൽ അവള് യൂട്യൂബൊക്കെ നോക്കിയിട്ട് അത് കണ്ടുപിടിക്കുന്നത്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച തന്നെ വളങ്ങൾ ചെയ്യുന്നത് നമുക്കിവിടെ അടുക്കളയിൽ നിന്നും മറ്റൊക്കെ ലഭ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ് വളങ്ങളും മറ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതില്ല. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് അത്യാവശ്യം പിന്നെ ചാണകവും മറ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. പക്ഷെ ഇപ്പോഴും കിട്ടൽ വളരെ കുറവാണ്. മുമ്പൊക്കെ കോഴി വളർത്തുന്ന സമയത്ത് കോഴിക്കാട്ടങ്ങൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം അത് കുറവാണ്. ഇപ്പൊ മെയിനായിട്ട് പിന്നെ ഈ ചകിരിച്ചോറും മറ്റൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന പിന്നെ ജൈവ വളങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തും. മാതൃകാപരമായി ഇത്തരം പച്ചക്കറിത്തോട്ടം സംരക്ഷിച്ചു വരുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ശൈലി സംഭാവന ചെയ്യുന്ന മുഹമ്മദ് കുഞ്ഞ് മാസ്റ്റർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഫാത്തിമയ്ക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ഈ പത്നിയിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് കുഞ്ഞ് മാസ്റ്റർ കൊട്ടില, ഫാത്തിമ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. അവരോടൊപ്പം റിപ്പോർട്ടർ
നൗഷാദ് മംഗലശ്ശേരി, A1 ന്യൂസ് ചാനൽ. നമുക്ക് കേരളത്തിൽ ലഭ്യമാകുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടക, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വളരെയേറെ വിഷമുള്ള പച്ചക്കറികളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഹാനികരമായിട്ടുള്ള പച്ചക്കറികളാണ് ലഭിക്കുന്നത്. അതിൽ നിന്ന് മോചനം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി എൻ്റെ വീട്ടിലെങ്കിലും അത്തരം പച്ചക്കറികൾ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു കൃഷി രീതിയിലേക്ക് ഞാനും എൻ്റെ ഭാര്യയും തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു 10 സെൻറ്റും വീടും ആണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ആണെങ്കിൽ പ്ലാവും മാവും അതേമാതിരി തന്നെ തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ലഭ്യമല്ലാത്തൊരവസ്ഥ വരികയും അങ്ങനെയാണ് ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ടെറസിന് മുകളിൽ പച്ചക്കറി നട എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഒരു പരിപാടി ആരംഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കാലാവസ്ഥയിലും ഉള്ള പച്ചക്കറികൾ ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും അതേപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും ലഭ്യമാകുന്ന പച്ചക്കറി തൈകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതേമാതിരി തന്നെ സ്വന്തമായിട്ട് വിത്തുകൾ വാങ്ങിക്കൊണ്ടുമുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശീതകാലമായതുകൊണ്ട് തന്നെ കോളിഫ്ലവർ അതേമാതിരി തന്നെ ക്യാബേജ് പോലെയുള്ള പച്ചക്കറികൾ നടുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ തക്കാളി തൈകൾ, പിന്നെ പറങ്കി ഇതുപോലെയുള്ളതൊക്കെ നടുന്നുണ്ട്. അപ്പം സ്വാഭാവികം ഒരു പരിധിവരെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ ഏത് കാലാവസ്ഥയിലും, മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ശീതകാലത്താണെങ്കിലും ഉള്ള പച്ചക്കറികളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് പറമ്പിൽ പരിമിതമായ സ്ഥലത്താണെങ്കിലും കുറച്ച് വാഴകളൊക്കെ നടന്നുകൊണ്ട് അതിൻ്റെ വാഴൻ്റെ കാമ്പ് കൂമ്പ് പോലെയുള്ള പിന്നെ കായൊക്കെ ലഭിക്കുന്നത് കൊണ്ടും കുറേ പിന്നെ കറികളൊക്കെ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറെക്കുറെ സ്വയം പര്യാപ്തതയിലേക്ക് ഈ പച്ചക്കറിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ അതുമാത്രമല്ല ഇത് നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലുള്ള മറ്റ് കുടുംബങ്ങൾക്കൊക്കെ ഇതിൻ്റെ പിന്നെ കായ്കളും അതേമാതിരി തന്നെ ഇതിൻ്റെ തൈകളുമൊക്കെ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോകപ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സിഎം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ: ബാറ്ററി റീപ്ലേസ്മെന്റ്, ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ്, വാട്ടർ ഡാമേജ്, ചാർജർ പോർട്ട് റിപ്പയർ, പവർ ബട്ടൺ റിപ്പയർ, മൈക്ക് റീപ്ലേസ്മെന്റ്, ഡാറ്റ ബാക്കപ്പ്, ടാബ് റിപ്പയർ, സ്പീക്കർ റീപ്ലേസ്മെന്റ്, ക്യാമറ റിപ്പയർ, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ്, CPU EMMC ഫിക്സിംഗ്, ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു. സിഎം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. ഫോൺ 9846 127 155.